ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. വിൻ്റർ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. മിക്കപ്പോഴും നല്ല മഴയുണ്ട് ഇപ്പം കുറേ ദിവസങ്ങളായിട്ട്. ചിലപ്പോൾ നന്നായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്. പണ്ടേ അച്ഛനും അമ്മയും എപ്പോഴും എന്നോട് പറയുമായിരുന്നു, എന്നോടും ചേച്ചിയോടും ഒക്കെ പറയുമായിരുന്നു, കഴിവതും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുളിക്കണമെന്ന്. അപ്പോൾ അന്ന് ഇത് തണുപ്പൊക്കെ ഇന്ന സമയത്ത് രാവിലെ കുളിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് താമസിക്കും. ഒരു സ്കൂളിലൊക്കെ പോകുമ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുളിക്കും. അല്ലാതൊക്കെ ഉള്ള സമയത്തൊന്നും കുറച്ച് കഴിഞ്ഞിട്ട്, പിന്നെ കോളേജിൽ പോകുമ്പോൾ കോളേജിൻ്റെ പോകുന്നതിന് മുമ്പ്, അല്ലാതെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കുളിക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പം ന്യൂ ഇയറിനൊരു റെസൊല്യൂഷനൊക്കെ എടുക്കാൻ നമ്മൾ ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കത്തില്ല. അപ്പോൾ ഇത്തവണ ഞാൻ റെസൊല്യൂഷനൊന്നും അങ്ങനെ എഴുതി വെക്കുകയൊന്നും ചെയ്തില്ല. പക്ഷേ എനിക്കെന്തോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് കുളിച്ച് നോക്കാം. എനിക്ക് കൂടുതലും അങ്ങനെ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ, എനിക്ക് ഈ മൂക്കടപ്പും ഈ ജലദോഷത്തിൻ്റെ കണ്ടീഷൻസും അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ വരുമായിരുന്നു. ചെറുപ്പത്തിൽ മിക്കപ്പോഴും ഉള്ളതാണ്. അപ്പം ഞാനതുകൊണ്ട് അങ്ങനെ രാവിലെ കുളിക്കാറില്ലായിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, വെളുപ്പിനെയുള്ള സമയത്ത് കുളിക്കത്തില്ല. അല്ല, ഞാൻ രാവിലെ കുളിക്കാറില്ല എന്നല്ല, അങ്ങനെ ഞാൻ കുളിക്കില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസം എന്തോ രാവിലെ ഞാൻ ഒരു ശീലമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട്. അതുപോലെ രാവിലെ അപ്പോൾ അതുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ വിളക്കൊക്കെ കത്തിക്കാൻ പറ്റും. മറ്റേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കുന്നത്, രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴാണ് കുളിക്കുന്നത്. ഇപ്പം ഞാനെന്തോ അതിനൊക്കെ മുമ്പേ എഴുന്നേറ്റ് കുളിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്കതെന്തോ പറ്റുന്നുണ്ട്. പിന്നെ ഇതേപോലെ ബുദ്ധയുടെയൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ഫ്ലവറൊക്കെ വെച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു സുഖം, പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് സേമിയ ഉപ്പുമാവൊക്കെ വീട്ടിലിരിക്കുമ്പോൾ അമ്മ മിക്കപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. കുറച്ച് നാളുകൊണ്ട് ഞാനും വിചാരിക്കുമായിരുന്നു സേമിയപ്പം ഒന്ന് ഉണ്ടാക്കണം. ഒത്തിരി നാളായി ഞാൻ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് സേമിയ ഉപ്പുമാവാണ് ബ്രേക്ക്ഫാസ്റ്റിന്. വീടെല്ലാം ഒന്ന് അടുക്കി പെറുക്കി എല്ലാം ഒന്ന് നീറ്റാക്കി മൊത്തത്തിലൊന്ന് സെറ്റാക്കി കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം, ഒരു പ്രത്യേക സുഖം. എല്ലാം ഒന്ന് ക്ലിയറാക്കി ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പം മൊത്തത്തിൽ ഒരാശ്വാസം കിട്ടും. എയർ ഡ്രൈ വെച്ചിട്ട് കുറച്ച് മഷ്റൂമിനെ ഉണ്ടാക്കണം ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. നേരത്തെ ഹാലോവിൻ ടൈമിൽ കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് റീയൂസ് ചെയ്യാം, അതിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ചെയ്തതാണ്. ഇതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ലഞ്ചിന് വേണ്ടി ഒരു തോരനും മീനുണ്ട്. അപ്പം മീൻകറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു മിക്സ്ഡ് തോരനായിട്ടാണ് വെക്കുന്നത്. ഇപ്പം ബീൻസ് തന്നെ വെക്കില്ല, ബീൻസും ക്യാരറ്റും കൂടെ മിക്സായിട്ട് വെക്കും.
വേറെ എന്തെങ്കിലും ബ്രോക്കലി ഉണ്ട്, ബ്രോക്കലിയും ക്യാരറ്റും മിക്സ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും മിക്സായിട്ടാണ് ഞാൻ എപ്പോഴും തോരൻ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇതും ബീൻസും ക്യാരറ്റും കൂടെ മിക്സായിട്ടൊരു തോരനും, മീനുണ്ട്, അപ്പം മീൻ കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുവൊക്കെ പൊട്ടിച്ച് തോരനുള്ള സാധനങ്ങളൊക്കെ ഇട്ടിന് അതിങ്ങനെ കുറച്ച് വെന്ത് വരുന്ന സമയമാകുമ്പോൾ ഈ അരപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അതിനിങ്ങനെ പൊത്തിയൊക്കെ വെച്ചിട്ട് എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ എടുക്കുമ്പോണ്ടല്ലോ അത് ചില സമയത്ത് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ എനിക്കെന്തോ ഈ കഷ്ണങ്ങളൊന്നും വെട്ട് അങ്ങോട്ട് കിട്ടാത്ത പോലെ എല്ലാം കൂടെ ഒരു അല്പം കുഴഞ്ഞ പരുവം പോലെ ഇരിക്കും. അപ്പോൾ എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കഷ്ണങ്ങളൊക്കെ വേറെ ഇതിൽ വേവിച്ചിട്ട് പിന്നെ ഒരു ചെറിയ ഇതിനകത്തേക്ക് കടുവറുത്ത് തേങ്ങയുടെ ആ മിക്സ് അരപ്പൊക്കെ ആയിട്ട് അത് ജസ്റ്റ് ഒന്ന് കടുവറുത്തിട്ട് ഈ വെന്തേനകത്തോട്ട് അത് മിക്സ് ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് വിട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, എപ്പോഴും ചെയ്യുന്നത്. എനിക്കത് കുറച്ചുകൂടി ഇഷ്ടമായിട്ട് തോന്നാറുള്ളത്. ഞാനിവിടെ ഗാർഡനിലെ ഒരു പഴയ ചെയറുണ്ടായിരുന്നു. അപ്പോൾ ആ ചെയറിനെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ഞാനതിനെ ഒരു ബേർഡ് ഫീഡറായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഫുഡൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിക്കപ്പോഴും കുറേ പക്ഷികൾ വരും, അതിനുള്ള ഫുഡൊക്കെ ഉണ്ട് കാണും. അത് ആ ചെയറിനകത്ത് വന്നിരുന്ന് അത് കഴിക്കും. അപ്പോൾ മിക്കപ്പോഴും ഒരുപാട് പക്ഷികൾ വരും. ഇപ്പം മഴയും മഞ്ഞൊക്കെ ആയതിന് അതുകൊണ്ട് അധികം പക്ഷികൾ ഇപ്പം അധികം വരുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങളുണ്ട് അത്ര ഇല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നന്നായിട്ട് മഞ്ഞിങ്ങനെ പൊഴിയുമ്പോൾ വേലി പോലെ വയ്ക്കുന്ന ചെടിയുടെ ഇടയ്ക്ക് അതിൻ്റെ കമ്പ് ഇച്ചിരി കട്ടിയുണ്ട്, നമുക്ക് ഉള്ളിലോട്ട് കയറിയിരിക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പക്ഷികൾ വന്ന് അതിൻ്റെ ഇടയിലേക്ക് ഭയങ്കര മഞ്ഞ് പൊഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ ഒത്തിരിയും പക്ഷികൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ ദിവസം കൊണ്ട് ഇവരൊന്നും വരാത്തതുകൊണ്ട് ഇവർ വന്നപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്ന് പോയത്. രാവിലെ നന്നായിട്ടെല്ലാം മഞ്ഞ് മൂടിയ പോലെ, ഇപ്പോൾ കുറച്ച് തെളിഞ്ഞു, ചെറുതായിട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങി. ഒന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ അടുത്ത നിമിഷം ഭയങ്കര മഴയായിരിക്കും, അല്ലെങ്കിൽ മഞ്ഞായിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരവസ്ഥ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ മീൻ കറിയൊക്കെ വെക്കുമ്പം അമ്മ ഇങ്ങനെ തക്കാളി ഒന്നും ഇടാറില്ല. പക്ഷേ ഞാനിങ്ങനെ തക്കാളി ഇട്ട് കഴിച്ചപ്പം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ.
കുറച്ചുകൂടെ ഒരു ഗ്രേവി, കുറച്ചുകൂടെ തിക്കൊക്കെ കിട്ടും. അപ്പം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇടുമ്പോൾ തക്കാളി ഇട്ടിങ്ങനെ എടുക്കും. നല്ലപോലെ കുഴഞ്ഞ് മിക്സായിട്ട് വരുമ്പം പിന്നെ അതിനകത്തിട്ടിരിക്കുന്ന ഉള്ളിയൊക്കെ കൂടെ ചേർന്ന് വരുമ്പോൾ ഉണ്ടല്ലോ നല്ല തിക്ക് ഗ്രേവി കിട്ടും. അപ്പോൾ അച്ഛനിങ്ങനെ അമ്മയോട് ഒരു പ്രാവശ്യം പറയാനായിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് എടുത്ത് നോക്കുക, നമുക്കിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നന്നായി ഗ്രേവി കിട്ടും. അപ്പോൾ അച്ഛൻ എങ്ങനെയോ ഇത് കണ്ടിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അന്ന് അമ്മ അങ്ങനെ എടുക്കുമ്പോൾ നമുക്കങ്ങനെ അങ്ങനെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ തക്കാളിയൊക്കെ ഇട്ടെടുത്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഗ്രേവി ഉള്ള പോലെ തോന്നി. എനിക്കിഷ്ടപ്പെട്ടു ഇങ്ങനെ എടുക്കുന്നത്. നാട്ടിൽ നിന്നപ്പോൾ ഒട്ടും ശീലമില്ലാത്തൊരു കാര്യമായിരുന്നു ഇങ്ങനെ കറിവേപ്പില എടുത്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കേണ്ട. കാരണം ഇഷ്ടംപോലെ കറിവേപ്പുണ്ടായിരുന്നു. മിക്കപ്പോഴും എന്തെങ്കിലും സാധനം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാകുമ്പോഴായിരിക്കും അമ്മ ഇങ്ങനെ പറയും, പെട്ടെന്ന് ഓടിപ്പോയി ഇച്ചിരി കറിവേപ്പില എടുത്തുകൊണ്ട് പോവാ. അതാരാണോ അന്നേരം അടുക്കളയുള്ള ആൾക്കാണ് ആ ചാൻസ്. ഞാനോ ചേച്ചിയോ ഞങ്ങൾ രണ്ടിലും ആരെങ്കിലും ഒരാളെ കാണുകയാണ്, അപ്പം അമ്മ പറയും ഓടിപ്പോയി ഇച്ചിരി കറിവേപ്പില എടുത്തുകൊണ്ട് വരാൻ. ഇപ്പം ഇതെല്ലാം എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു രീതിയാണ്. തോരനും മീനും ഒക്കെ ചേർത്ത് നല്ല കിട്ടിലൊരു ഊണായിരുന്നു. കഴിച്ചു. ഞാൻ വിചാരിച്ചതിലും നന്നായിട്ട് മീൻകറി എനിക്കിഷ്ടപ്പെട്ടു. ഞാനത് ഓർത്തപ്പോഴേ പണ്ട് അമ്മ അന്ന് എന്തിനോ വീട്ടിലില്ലായിരുന്നു, പുറത്ത് പോയേക്കുക. അപ്പം അമ്മ രണ്ട് മീനുകളായിരുന്നു വാങ്ങിയത്. അപ്പം അയില മീനായിരുന്നു, ഒരുപാട് വലുതല്ല, അന്ന് ഒത്തിരി ചെറുതല്ല, അതുപോലത്തെ 2 മീൻ. ഞങ്ങളോട് പറഞ്ഞു, എന്നോടും ചേച്ചിയോടും പറഞ്ഞു ഇത് കറി വെച്ചേക്കണേന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അത്. ഞങ്ങളങ്ങനെ അത് കട്ട് ചെയ്ത് കറിയൊക്കെ വെച്ചു. അപ്പം നമുക്ക് അന്ന് വീടിൻ്റെ പുറത്തൊരു തൊഴുത്തുണ്ടായിരുന്നു, ഈ പശുവിനെയൊക്കെ കിട്ടുന്നത്. അങ്ങനെ അതിൻ്റെ സൈഡിൽ നമുക്കൊരു ഫുഡൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്ത് കാര്യമായിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് നല്ല ചുമന്ന കളറിലെ മീൻകറി ഞങ്ങൾ വെച്ചു.
ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിയായ സ്മെല്ല് കാരണം ഞങ്ങൾക്ക് കൊതി സഹിക്കാൻ വയ്യാതെ ഞങ്ങളപ്പം തന്നെ കഴിക്കാൻ റെഡിയായി. ചോറൊക്കെ എടുത്ത് വേറൊന്നുമില്ല, മീൻകറി മാത്രമേ ഉള്ളൂ. മീൻകറി എടുത്ത് ഞങ്ങൾ ഒഴിച്ച് കഴിച്ച് അങ്ങനെ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര രുചി കാരണം ഞങ്ങൾക്ക് അടക്കാൻ വയ്യാതെ ഞങ്ങൾ ഏകദേശം അത്യാവശ്യം മൊത്തം മുക്കാലും ഞങ്ങൾ കഴിച്ചു. ഇനി അവസാനം ഉള്ളത് ഒരു മീനിൻ്റെ വാല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേച്ചി പറഞ്ഞു, വേണ്ടി നമ്മളൊന്നും വെച്ചിട്ടില്ലല്ലോ, അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഒരു വാലവിടെ വെച്ചിട്ട് ബാക്കി മൊത്തം ഞങ്ങൾ തിന്നു. ഇതാ കണ്ടില്ലേ, ഇതാ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് വരെ നല്ല വെയിലായിരുന്നു, ഇപ്പം നിപ്പ് ഇതാണ്ട് മഞ്ഞായി, ഇപ്പം മഞ്ഞ് പൊഴിയുക. ക്രിസ്മസ് കാർഡൊക്കെ നേരത്തെ ചെയ്തായിരുന്നു ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട്. അതേപോലെ വാലൻറ്റൈൻസ് ഡേക്ക് വേണ്ടിയുള്ള കുറച്ച് കാർഡുകൾ ഉണ്ടാക്കണം. ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സൊക്കെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ വാലൻറ്റൈൻസ് ഡേക്ക് വേണ്ടിയുള്ള ഒരു കാർഡ് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോഴും നല്ല തണുപ്പാണ്, ഫോഗൊക്കെ ആയിട്ട് ഇങ്ങനെ മൂടി കെട്ടിയ ഒരവസ്ഥയാണ്. ഇനിയിപ്പോൾ നമുക്ക് രാത്രിയിൽ ഫുഡ് കഴിക്കണം. അത് തന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചത് സെയിം ചോറ്, മീൻ, തോരൻ, അതൊക്കെ തന്നെയാണ്. അതൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയും. പിന്നെ നമുക്ക് കിടന്നുറങ്ങുക, അതൊക്കെ തന്നെ. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. പിന്നെ ചിലപ്പോൾ രാത്രിയിലായിരിക്കും മിക്കപ്പോഴും ഞാൻ കഴുകാനുള്ള തുണിയൊക്കെ ഇടുന്നത്, അതൊക്കെ ചെയ്യണം. പിന്നെ തുണിയൊക്കെ മടക്കി എടുത്ത് വെക്കണം. അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഒരു ദിവസം, നോർമൽ ഡേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സി യു. ടേക്ക് കെയർ. ബൈ ബൈ. Please do subscribe my channel. See you next video. Bye bye.